ഈശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളത്. സാധാരണ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. കാരണം സാധാരണ എല്ലാവരും തന്നെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണ്. രണ്ട് തരത്തിലുള്ള ദുഃഖമാണ് മനുഷ്യനുള്ളത് എന്നാണ് പറയുന്നത്. ഒന്ന് ആധി, പിന്നൊന്ന് വ്യാധി. രണ്ടിനും കാരണം അജ്ഞാനമാണ്. ഒന്ന് മാനസികമാണ്, ഒന്ന് ശാരീരികമാണ്. ആധി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹം മൂലമുണ്ടായിത്തീരുന്നത്, പല കാര്യങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ഉത്കണ്ഠ, അവൻ്റെ വ്യഥ, അങ്ങനെയാണ് ആധി വരുന്നത്. വ്യാധി വരുന്നതാകട്ടെ മനുഷ്യൻ്റെ അശ്രദ്ധ മൂലവും അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രവിധി പ്രകാരം അവൻ്റെ പൂർവ്വജന്മ പ്രവൃത്തികൾ മൂലമോ എല്ലാം അങ്ങനെ വന്നേക്കാം. അപ്പോൾ ആധി തന്നെ മനുഷ്യന് വീണ്ടും വ്യാധിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് രണ്ടിനും കാരണം അജ്ഞാനമാണ് എന്നാണ് പറയുന്നത്. മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുള്ളതിനാണ് ആധി പിന്നീട് വ്യാധിയായി മാറുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ക്ലേശമില്ലാത്തൊരു ജീവിതം, അതായത് സുഖം മാത്രമുള്ളൊരു ജീവിതം എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് വല്ല ഗവേഷണം നടത്തി മനസ്സിലാക്കേണ്ട കാര്യമല്ല. സുഖം മാത്രമായിട്ടില്ല, ഒരിക്കലും നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. നമ്മൾ പുരാണ കഥകൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും, അതിൽ ഒരു ഭാഗം രാക്ഷസനും ഒരു ഭാഗം ദേവനും ഇത് നമ്മൾ കാണാറുണ്ട്. ഏത് പുരാണ കഥകൾ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. ഇത് തമ്മിലുള്ള ഒരു യുദ്ധം ആണ് കാണുന്നത്. അപ്പോൾ ധർമ്മ അധർമ്മം തമ്മിലുള്ള ഈ യുദ്ധത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒടുവിൽ ധർമ്മത്തിൻ്റെ ഒരു വിജയമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ധർമ്മമാണല്ലോ വിജയിക്കേണ്ടത്. അധർമ്മത്തിന് ഏതെങ്കിലും തരത്തിൽ വിജയമുണ്ടായാൽ അതൊരിക്കലും തന്നെ സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തിക്കോ അല്ലെങ്കിൽ ലോകത്തിനോ ഒന്നും തന്നെ അത് ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് ധർമ്മമാണ് വിജയിക്കേണ്ടത്. എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഈ സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിലിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് കരുതുക. നമ്മുടെ തല മുമ്പിലെ കമ്പിയിലിടിച്ചാൽ നമുക്ക് വേദനിക്കും, ചിലപ്പോൾ മുഴക്കുകയും ചെയ്യും. ഇത് അറിയാതെ പറ്റിയതാണ് സത്യത്തിൽ. ആർക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അറിയാതെ പറ്റിയ ഒരു സംഭവത്തിനും അവിടെ ഒരു ഫലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്നതിനാൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള അറിവുകളും ലഭ്യമാണ്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. പക്ഷേ നമ്മളൊന്ന് നോക്കിയാൽ മനുഷ്യർ ദുഃഖത്തിലും അജ്ഞാനത്തിലും തന്നെയാണ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നേടിയതൊന്നും കൊണ്ട് നമുക്കൊരു ശാന്തി, അതായത് ഒരു സുഖം അല്ലെങ്കിൽ പൂർണ്ണമായൊരു ശാന്തി കിട്ടുന്നില്ല എന്ന് എപ്പോഴാണോ നാം തിരിച്ചറിയുന്നത്, ആ അറിയുന്നിടത്താണ് നമുക്ക് വിവേകം പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വിവേകം അവിടെ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനകരമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മെ നിത്യതയുടെയും അല്ലെങ്കിൽ ശാന്തിയുടെയും സത്യത്തിൻ്റെയും എല്ലാം അന്വേഷണത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ വഴിയിലൂടെ പോകാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതിലൂടെ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അവിടെ നമുക്ക് ഒരു ഗുരു നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗുരുവിനെ കാണാൻ സാധിക്കും. അവിടെ ഗുരു എപ്പോഴും ക്ഷമയോടെ ശിഷ്യനെ കാത്തിരിക്കുന്നുണ്ടാകും. അതാണ് ആധ്യാത്മികമായ മാർഗത്തിൽ വിവേകത്തിൻ്റേതായ
പാതയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിവേകം എപ്പോഴാണോ നമുക്ക് പ്രവർത്തിക്കുന്നത്, അത് നമ്മളെ മുന്നോട്ടുള്ള പാതയിലേക്ക് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന് മഹാഭാരതത്തിലെ യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹായത്തിന് വേണ്ടി അർജുനും ദുര്യോധനും പോയ കഥ നമുക്കറിയാം. ആ പോയ സമയത്ത് ഒരു വിവേകപൂർണമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം, അതായത് ഭഗവാനിൽ നിന്ന് എന്താണോ ലഭിക്കേണ്ടത്, അതായത് ഭഗവാനെ തന്നെ ലഭിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അർജുനന് കിട്ടുകയും അതേസമയം ദുര്യോധന് പടയാളികളെ കിട്ടുകയും അത് യുദ്ധസന്നാഹത്തിന് ആവശ്യമായിട്ടുള്ള യുദ്ധത്തിന് സൗകര്യമുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്തു. ആ കഥ നമുക്കറിയാവുന്നതാണ്. അതേസമയം അർജുനാകട്ടെ അവിടെ ഭഗവാനോടുള്ള സമർപ്പണവും വിവേകവും കാരണം ഭഗവാനെ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, വിവേകം എപ്പോഴാണോ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, അവൻ്റെ ആത്മീയമായ ഉന്നതിക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അതിനുള്ള പ്രയത്നമാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഈ ലോകത്തെ നോക്കിയാൽ അതൊരു അത്ഭുത പ്രതിഭാസമാണ്. മനുഷ്യൻ ജനിക്കുന്നു, തെറ്റും ശരിയും നോക്കാതെ പ്രവർത്തിച്ച് എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച് ഒടുവിൽ നിരാശയും മാത്രമായിട്ട് മറഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഭൂരിഭാഗം പേരുടെയും ജീവിതത്തെ നോക്കിയാൽ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ അപൂർവം മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം തിരിച്ചറിയാൻ സാധിക്കണം, നിത്യ സത്യത്തിന് വേണ്ടി സർവ്വതും ഉപേക്ഷിച്ച യോഗിവര്യന്മാരുടെ ഒരു നാടാണ് ഭാരതം എന്ന് പറഞ്ഞാൽ. ആ മഹത്വം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നമ്മുടെ നോട്ടം, നമ്മുടെ കണ്ണ് എപ്പോഴും പാശ്ചാത്യ ലോകത്തേക്കായിട്ടിരിക്കുന്നത്. എന്നാൽ അവരാകട്ടെ, ഈ പാശ്ചാത്യ ലോകത്തുള്ള ആളുകളാകട്ടെ, ആധ്യാത്മികതയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഇവിടേക്ക് വരുന്നു. ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഋഷിമാരുടെ നാട്ടിൽ നമ്മൾ പടിഞ്ഞാറേക്ക് നോക്കുന്നു, അവരാകട്ടെ ആത്മീയതയുടെ വലുപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരാനും അറിയാനും ഗുരുക്കന്മാരെ കാണാനും ആചാര്യന്മാരെ കാണാനും നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും മനസ്സിലാക്കാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും എല്ലാം തയ്യാറാകുന്ന ഒരു സമൂഹത്തെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ കർമ്മങ്ങളുടെ പരിശുദ്ധിയാണ് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീടും നയിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഉദാഹരണത്തിൻ്റെ വരികളിൽ പറഞ്ഞാൽ, നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ട മുമ്പിനാൽ എന്ന് പറയും. അതായത് ആ കർമ്മത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് കർമ്മത്തിൻ്റെ ശുദ്ധിക്കായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, പലരും, ഭൂരിഭാഗം ആളുകളും ഒരു നിവൃത്തിയുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ, അതായത് ഇനി ഒരു രക്ഷയുമില്ല, തൻ്റെ കഴിവുകളെല്ലാം കഴിഞ്ഞു പോയി എന്ന രീതിയിൽ വരുമ്പോഴാണ് ഇനി ഈശ്വരനെ വിളിക്കാം എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുവരെയെല്ലാം ഞാനാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ പഠിപ്പാണ്, ഞാൻ നേടിയതാണ്, എനിക്ക് നേരത്തെ നമ്മുടെ പൂർവികർ സമ്പാദിച്ചു തന്നതാണ്, അതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അഹങ്കാരം കൊണ്ടും എല്ലാം
ഞാൻ എന്നുള്ള ഭാവത്തിന് ഒരുപാട് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു വലിയ പാളിച്ച ഉണ്ടാകുന്ന സമയത്ത്, ഒരു വലിയ അടി കിട്ടുന്ന സമയത്ത്, ഇനി ഒരു രക്ഷയുമില്ല എന്ന് വരുമ്പോൾ ഈശ്വരനെ വിളിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതല്ല സത്യം, അതല്ല വേണ്ടത്, അതല്ല ശരിയായ മാർഗം. എല്ലാം ഉള്ളപ്പോൾ തന്നെ ഈശ്വരനെ വിളിക്കാൻ സാധിക്കണം. എല്ലാം ഉള്ളപ്പോൾ തന്നെ ഈശ്വരൻ്റെ മഹത്വം തിരിച്ചറിയണം. എല്ലാം ഉള്ളപ്പോൾ തന്നെ ഈശ്വരനെ വിളിക്കുന്നവനാണ് ഉത്തമനായിട്ടുള്ളത്. അവനാണ് തിരിച്ചറിവുള്ളവനെന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അവനാണ് ഭക്തൻ, അവനാണ് വിവേകമുള്ളവൻ. അപ്പം അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് എപ്പോഴും ജീവിതത്തിൽ ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു നദി നീന്തി കടക്കുന്ന സമയത്ത് നമ്മുടെ അരയിൽ കുറേ വെള്ളി നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങൾ തോട്ടെ അത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദോഷകരമാണ്. സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ വലിയ വിലയുണ്ട്, ശരിയാണ്. പക്ഷേ അത് നമ്മുടെ ജീവൻ തന്നെ ചിലപ്പോൾ കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ അരയിൽ കെട്ടിവെച്ച് കൊണ്ടുപോകുന്ന എത്ര വലിപ്പമുള്ളതോ അത്ര വിലയുള്ളതാണെങ്കിൽ പോലും അതിലും വിലയേറിയതാണ് മനുഷ്യൻ്റെ ജീവൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മുടെ ജീവൻ്റെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ആ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങൾ നമുക്കൊരു ഭീഷണിയാണ്, ജീവിതത്തിന് ഭീഷണിയാണ്, ജീവന് ഭീഷണിയാണ്. അപ്പം അതുകൊണ്ട് കാണുന്നതിനെയെല്ലാം നമ്മൾ നേടണമെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും അത് നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി മാത്രമേ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആധ്യാത്മികത ഉൾക്കൊള്ളണം എന്ന് പറയും. അതായത് ജീവിതം ദുഃഖമാണെന്ന് പറഞ്ഞ് കരയാനുള്ളതല്ല, അത് നമ്മളെ അമരത്വത്തിലേക്ക് നയിക്കുന്ന, സഹായിക്കുന്ന, അവിടേക്ക് ഉയർത്തുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണ്, ഏറ്റവും വലിയ തിരിച്ചറിവാണ്. അപ്പോൾ ആ ആധ്യാത്മികത ഉൾക്കൊള്ളുന്നത് പറഞ്ഞാൽ അതിലൊരു നാണക്കേടോ അല്ലെങ്കിൽ അതൊരു കുറവോ അല്ലെങ്കിൽ നമ്മൾ അതിൽ എന്തോ ഒരു അപകടമോ കാണേണ്ട ആവശ്യമില്ല. അവിടെ നാം ആ ഈശ്വരനുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. നിഷ്കളങ്കമായിട്ടുള്ള ഈശ്വരപ്രേമത്തിലൂടെ കിട്ടുന്ന ആനന്ദത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ആനന്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് മഹാപുരുഷന്മാർ, യോഗികൾ, അവരെല്ലാം ഈ ആനന്ദത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അപ്പോൾ ഈശ്വരനുമായിട്ടുള്ള ബന്ധമാണ് ശരിയായ ബന്ധം, അതാണ് എപ്പോഴും ഉള്ള ബന്ധം, അതാണ് നിത്യമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളതും അതാണ്. മറ്റ് ബന്ധങ്ങളുടെ എല്ലാം കഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥ ജീവിതമെന്നും എന്താണ് യഥാർത്ഥ സ്നേഹമെന്നും ആ ഈശ്വരനോടുള്ള സ്നേഹം നമ്മളെ പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് പറയുന്നത്, യഥാർത്ഥ സുഹൃത്ത് ഈശ്വരനാണ്, യഥാർത്ഥ ബന്ധു ഈശ്വരനാണ്. ആ ഈശ്വരനോടുള്ള വിളി എത്രത്തോളം ആത്മാർത്ഥമാണ്, എത്രത്തോളം നമ്മുടെ ഉള്ളിൽ അത് തട്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആ ബന്ധം, അതായത് പൂർണ്ണതയുള്ളൊരു ബന്ധം, സത്യമായൊരു ബന്ധം, നിത്യമായൊരു ബന്ധം, നമുക്ക് ആനന്ദം തരുന്നൊരു ബന്ധം, ആ ബന്ധം നിലനിർത്താൻ അല്ലെങ്കിൽ ആ ബന്ധം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ആനന്ദിക്കാൻ നമുക്കും കൂടി സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് അമ്മയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് ശ്രമിക്കുന്നത് എപ്പോഴും നമുക്ക് ഗുണകരമായി തീരുകയുള്ളൂ. കർമ്മത്തെ സാധാരണ 3 വിധത്തിൽ പറയാറുണ്ട്: ഉത്കൃഷ്ടം, മധ്യമം, സാമാന്യം. ഇതൊരു ശാസ്ത്ര വ്യാഖ്യാനമാണ്. സാധാരണ ഒരാൾക്കിത് കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് സാരമില്ല, അതവിടെ നിൽക്കട്ടെ. അമ്മ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് 2 കാര്യങ്ങളാണ്: കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം അനുഭവിക്കുക. നല്ല കർമ്മത്തിന് നല്ല ഫലം, ചീത്ത കർമ്മത്തിന് ചീത്ത ഫലം. ഇത് അമ്മ സാധാരണഗതിയിൽ സത്സംഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. അപ്പോൾ നമുക്ക് കാര്യം ക്ലിയറാണ്. നല്ലത് ചെയ്താൽ നല്ലത് അനുഭവിക്കാം, ചീത്ത ചെയ്താൽ
അതിൻ്റെ ചീത്ത ഫലങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനെന്താ പ്രതിവിധി? ആ ജീവിതത്തെ തിരിച്ചറിയണം. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയണം. ഈ ജന്മത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് തിരിച്ചറിയണം. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയണം. അപ്പോഴാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു വരദാനമാണ്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ജന്മം കിട്ടിയിട്ടുള്ളത് നരകമാക്കാനുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഭൗതികത മാത്രം പോരാ, ആധ്യാത്മികമായ ഒരു അടിത്തറ വേണം എന്ന് പറയുന്നതിനുള്ള കാരണം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അടിത്തറ വേണമെന്ന് പറയുന്നത്? നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവൃത്തികളും ഇതെല്ലാം തന്നെ കാണുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. എന്തു തന്നെ ചെയ്താലും അതിനെക്കുറിച്ച് ധാരാളം കഥകളൊക്കെ നമ്മൾ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എത്ര ചെറിയ കർമ്മമാണെങ്കിലും ഇത് കാണുന്ന ഒരു മഹത് ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു ശ്രദ്ധയുണ്ടാകും, അതിനെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്, അല്ലെങ്കിൽ ആ ഫലം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളതിന് അമ്മ പറയാറുള്ള ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഒരു ഉദാഹരണം, പാഞ്ചാലി വസ്ത്രാക്ഷേപം നമുക്ക് പലപ്പോഴും നമ്മൾ പല കഥകളിലും കേൾക്കുന്നതാണ്. ആ ഒരു വളരെ അധിക്ഷേപകരമായിട്ടുള്ള സംഭവം നടക്കുന്ന സമയത്ത് ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം അദ്ദേഹത്തിന് ശരശയ്യയിൽ കിടക്കേണ്ട ഒരു സാഹചര്യവും വന്നു. അപ്പോൾ കർമ്മങ്ങളുടെ എല്ലാം ബന്ധത്തെയും അതിൻ്റെ ഫലത്തെയും കാണിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അധർമ്മം കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതും ധർമ്മമാണെന്ന് അപ്പോഴും പറയും, അമ്മ പറയുന്നതാണ്. അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് എന്ന് പറയും. ചുരുക്കത്തിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്നാണ് താല്പര്യം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ ജ്ഞാനസ്വരൂപമായിട്ടുള്ള അല്ലെങ്കിൽ മൃത്യുരഹിതമായിട്ടുള്ള മുക്തിയാണ് പ്രാപിക്കേണ്ടത് എന്നുള്ളതാണ് പരമമായ സത്യം. അത് നമ്മൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ശരി, ഏറ്റവും അവസാനം അതായത് നേടേണ്ടതായിട്ടുള്ള പരമമായ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ അതൊരു ദിവസം കൊണ്ട് നമുക്ക് സാധ്യമല്ല. ഒരു ദിവസം കൊണ്ട് നേടണമോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് നേടണമെന്നോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ പട്ടണത്തിലേക്ക് പോകുന്ന വഴിക്ക് പല വഴികളുണ്ടാകാം. പക്ഷേ പ്രാപ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നമുക്ക് വഴി വേണം, വഴി തിരിച്ചറിയണം. അപ്പോൾ ഈശ്വര വൈഭവം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായി തീരുന്നതും അതിന് ഫലപ്രാപ്തി ഉണ്ടാകുന്ന രീതിയിലേക്ക് നമുക്ക് വരുന്നതെല്ലാം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയും, ഈ നരകത്തിലേക്കുള്ള 3 വാതിലുകൾ പറയും, കാമം, ക്രോധം, ലോഭം, ഇങ്ങനെ പറയും. ഈ 3 വാതിലും നരകത്തിലേക്കുള്ള വാതിലാണ് എന്നാണ് സാധാരണ പറയുക. അപ്പോൾ ഇത് 3 നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ ഇത് ഏറി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ കൂടുതൽ തവണ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നരകത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു വയ്ക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഒരു കഥ പറയാറുണ്ട്. ഒരു രാജാവ് ഒരു കാട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മുനി ഇരുന്ന് തപസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ രാജാവ് അവിടെ ചെന്ന സമയത്ത് മുനി രാജാവിനെ ഒന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് തപസ് ചെയ്യുകയാണ്. രാജാവ് ചോദിച്ചു, അല്ലയോ മുനീഷ്, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു. പക്ഷേ മുനി ഒന്നും മിണ്ടാതിരുന്നു. ദേഷ്യം വന്ന രാജാവ് വാൾ ഊരിയെടുത്തു, മുനിയെ കൊല്ലണം എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ആ മുനി പറഞ്ഞു, നരകത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് രാജാവിന് മനസ്സിലായി താൻ ചെയ്തൊരബദ്ധമായി പോയി എന്ന്. ഉടനെ രാജാവ്
വാള് ഉറയിലേക്ക് ഇടുകയും മുനിയോട് ക്ഷമാപണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ മുനി പറഞ്ഞു, ഇപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ക്രോധം, അനാവശ്യമായിട്ടുള്ള ക്രോധം, നമ്മുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി, ഇതെല്ലാം ഈ രണ്ട് വാതിലുകളിൽ ഏത് വാതിൽ തുറക്കണമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈശ്വരതത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ അടിത്തറയോടുകൂടി നമുക്ക് ജീവിക്കുന്ന സമയത്ത് അത് നമുക്കും മറ്റുള്ളവർക്കും ഒരേപോലെ പ്രയോജനകരമായി. ആധ്യാത്മികമായ ചിന്ത വളരുമ്പോൾ പലതിൻ്റെയും വ്യർത്ഥത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ വ്യർത്ഥത തിരിച്ചറിയുമ്പോഴാണ്, നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതേത് ചീത്തയേത് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ ആ ഗുണമേന്മ നമ്മൾ അവിടെ നോക്കുന്നത് പോലെ തന്നെ പ്രവൃത്തിയിലും ആ ഗുണമേന്മ നോക്കി ചെയ്യാൻ കഴിഞ്ഞാൽ ആദ്യമേ സൂചിപ്പിച്ച ആ കർമ്മത്തിൻ്റെ ഫലം ഉത്തമമായ കർമ്മമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ആ കർമ്മങ്ങളാണ് നമ്മളെ എല്ലാ കാലത്തേക്കും പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ കർമ്മങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം. ഓം അമൃതീശ്വരി നമഃ.